അകളി കുരുമുളകും സുഗന്ധവിളത്തോട്ടവും. സുഗന്ധമേറും സുഗന്ധവിളകളുടെ സമ്മിശ്രത്തോട്ടം. കേരളത്തിന്റെ കാർഷിക പാരമ്പര്യത്തിന്റെ പ്രതീകമായ കറുത്ത പൊന്ന്. ശക്തമായ സുഗന്ധവും രുചിയും ഔഷധഗുണങ്ങളും ഒത്തുചേർന്ന വ്യത്യസ്ത ഇനമായ അകളി പെപ്പർ. ഇവ അധികമായി വിളയുന്നത് ഇവിടെ നിന്നാണ്. മലയോര മേഖലകളാൽ സമൃദ്ധമായ പാലക്കാടിന്റെ അട്ടപ്പാടിയിലെ അച്ചൻമുക്ക് ജോർജ് കല്ലുവേലിന്റെ ഈ സുന്ദര സുഗന്ധവ്യഞ്ജനങ്ങളുടെ തോട്ടത്തിൽ. കൃഷിയിടം എന്നാൽ എങ്ങനെയായിരിക്കണമെന്നതിന് ഉത്തമ ഉദാഹരണമാണ് 2 ഏക്കർ 50 സെന്റ് വിസ്തൃതിയുള്ള ഈ തോട്ടം. സമ്മിശ്ര കൃഷിയിലൂടെ കൃഷിയിടത്തിൽ നിലവും ലംബയിടവും ഫലപ്രദമായി ഉപയോഗിച്ചിരിക്കുന്നു. ബഹുനില കൃഷിയിടം. അട്ടപ്പാടിയിലെ മലയോര ഭംഗിയിൽ ചേർന്നു നിൽക്കുന്ന മാനം മുട്ടെ ഉയരമുള്ള കമുകിൻ മരങ്ങൾ. അതിൽ ചുറ്റി വളരുന്ന കുരുമുളക്, വാനില, സുഗന്ധവിളകൾ. ഇടവിളയായി ജാതി, മാംഗോസ്റ്റിൻ, സമൃദ്ധമായി വളരുന്ന ഏലം. സുസ്ഥിര കൃഷിയുടെ നേർക്കാഴ്ച. സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷന്റെ സഹായവും ഈ തോട്ടത്തിന്റെ വളർച്ചയിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. 1.5 ഏക്കർ കവുങ്ങ് കൃഷിയാണ് ഇവിടെ ചെയ്തിട്ടുണ്ട് എൻ്റെ ഈ പുരയിടത്തിനകത്ത്. ഇതിനകത്ത് ഇടവിളയായിട്ട് ജാതി, വാനില, ഏലം ഇത് കൃഷി ചെയ്യുന്നുണ്ട്. ഈ അത്യാവശ്യം ഷെയ്ഡ് വേണ്ടതുകൊണ്ടാണ് നമ്മളിതെല്ലാം ഇത് ചെയ്യുന്നത്. ജാതി ചെയ്യുന്നു, കവുങ്ങിൻ്റെ ഷെയ്ഡിനടിയിലാണ്. കവുങ്ങുള്ളതുകൊണ്ടാണ് ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. കവുങ്ങ് ഇതിപ്പോൾ 30 കൊല്ലമായ കവുങ്ങാണ്, പ്രായമായ കവുങ്ങാണ്. അത്യാവശ്യം നല്ല ഈൽഡ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഈ കവുങ്ങിൻ്റെ അടിയിൽ ഈ ഏലം, ജാതി, വാനില ഇതെല്ലാം ചെയ്തുകൊണ്ട് ഒരു കൃഷിക്കാരനെ സംബന്ധിച്ച് ആവറേജ് മര്യാദ വരുമാനമാർഗം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇതൊരു 3 വർഷമായ കൊടിയാണ് ഈ കാണുന്നത്. ഇത് 3-ാം വർഷമാണ് ഇപ്പോൾ നമ്മളിത് ആയിട്ട് വെച്ചിട്ട്. ഇതിൻ്റെ ചുവട്ടിൽ നമ്മൾ എല്ലാ വർഷവും 2 പ്രാവശ്യം, ജൂൺ മാസത്തിലും സെപ്റ്റംബർ മാസത്തിലും, ആദ്യത്തെ മഴ തുടങ്ങുമ്പോഴും നമ്മൾ താമഴ വരുമ്പോഴും ചാണകപ്പൊടിയും വേപ്പമണ്ണാക്ക് എല്ലുപൊട്ടി കൊടുത്ത് ചെറു നനച്ചു കൊടുത്താൽ മതി. നനവുള്ളതുകൊണ്ട് കുഴപ്പമില്ല. അതോടൊപ്പം തന്നെ മെയ് മാസത്തിൽ തുരിശുകുമ്മ, കോപ്പർ സൾഫേറ്റ്, തുരിശുകുമ്മായം കലക്കിയിട്ട് 1 ലിറ്റർ, ഇത് വലിപ്പം അനുസരിച്ച് 1 ലിറ്റർ മുതൽ 2 ലിറ്റർ 3 ലിറ്റർ വരെ ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഒന്ന് സ്പ്രേ ചെയ്യണം. അത് കേടിനല്ല, നമ്മളൊരു മുൻകരുതൽ എന്ന നില ചെയ്താണത്. അത് ചെയ്തിരുന്നാൽ ഈ ദുർഗാടത്തെ പറ്റി പേടിക്കേ വേണ്ട. ഇതിനങ്ങനെ ഇല്ല. എന്നിരുന്നാൽ പോലും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അത്ര നല്ലതാണ്. ഏത് കൊടിക്കും. പിന്നെ ഈ മെയ് മാസത്തിലും ഈ സെപ്റ്റംബർ മാസത്തിലും വലിപ്പം അനുസരിച്ച് 1, 2, 3, 4 ലിറ്റർ ഈ വേര് ഓടിയ ഒരു പ്രദേശം നോക്കിയിട്ട് ഉടമസ്ഥ ഒഴിച്ചു കൊടുക്കുക. 2018 അകളി പെപ്പറിന്റെ പേറ്റന്റ് സ്വന്തമാക്കിയ ഈ കർഷകന് 2021 സെൻട്രൽ ഗവൺമെന്റിന്റെ പ്ലാൻ ജീനോം സേവിയർ കമ്മ്യൂണിറ്റി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 2021 ജനുവരി മാസത്തിലാണ് കേന്ദ്ര കൃഷി മന്ത്രാലയം പ്ലാൻ ജീനോം സേവിയർ അവാർഡ് എനിക്ക് ലഭിക്കുന്നത്. 1 ലക്ഷം രൂപയും പ്രസിദ്ധി പത്രവും അന്ന് എനിക്ക് ലഭിക്കുകയുണ്ടായി. ഇദ്ദേഹത്തിന്റെ തോട്ടത്തിലെ പ്രധാന വിളയാണ് സ്വന്തമായി പേറ്റന്റുള്ള അകളി പെപ്പർ എന്ന കുരുമുളക്. എരിവും ഓയിൽ കണ്ടന്റും കൂടുതലുള്ള ഈ ഇനം ദ്രുതവാട്ടത്തെ ചെറുക്കാൻ കഴിവുള്ളതും കൂടുതൽ വിളവ് നൽകുന്നതുമാണ്. 1 കിലോ പച്ചമുളകിന് 1/2 കിലോ ഉണക്കമുളക് കിട്ടും. ഇതിൻ്റെ ചെടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദ്രുതവാട്ടക്കേട് 99% ഉണ്ടായിരിക്കുകയാണ്. നല്ല പരിപാലനം ശരിയാണെങ്കിൽ എല്ലാ വർഷവും ഒരേപോലെ കായ ഉണ്ടാവും. ഒരു വർഷം കായില്ലാത്ത പ്രശ്നം ഉണ്ടാവില്ല. എല്ലാ വർഷവും ആവറേജ് കായ ഉണ്ടാവും. ഇത് നമ്മൾ നല്ല വെയിലാണെങ്കിൽ 2.5 വെയിൽ കൊള്ളണം. നല്ല വെയിൽ കൊണ്ടാൽ നല്ല ഉണക്കായി, നല്ല ഉണക്കം വരുമ്പോൾ 2.5 വെയിൽ കൊണ്ടായി. ബാക്കിയുള്ള മുളകൾക്ക് 2 വെയിലായാലും മതി. ഇത് 2 വെയിൽ കൊള്ളണം. ഇച്ചിരി ബോൾഡായതുകൊണ്ട് വൈറ്റ് പെപ്പർ കണ്ടന്റ് ഇതിന് ബാക്കി എല്ലാ മുളകൾക്ക് 1.8 ഉണ്ടാവുള്ളൂ. ഇത് 1 കിലോയ്ക്ക് 1.8 ഉണ്ടാവും. ഇത് 2.3 ഉണ്ടാവും. അതുപോലെ എരിവും ഭയങ്കര എരിവായിരിക്കും. ഇത്ര എരിവുള്ള മുളക് സാധാരണ നമ്മുടെ ഇടയിലും ഉണ്ടായിട്ടില്ല. അകളി പെപ്പറിന്റെ തൈകൾ സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ 2024-25 പദ്ധതി പ്രകാരം അനുവദിച്ച ഷെയ്ഡ് നെറ്റിൽ വച്ച് ഉൽപ്പാദിപ്പിച്ച് വിൽപ്പന നടത്തുന്നു. ഈ ഷെയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കേരള സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ കീഴിൽ ആണ് നമുക്ക് ഇതിൻ്റെ ഫണ്ട് അനുവദിച്ചു തന്നത്. ഈ പോളി ഹൗസ് ചെയ്യുന്നതിനായിട്ട്, ഈ ഷെയ്ഡ് ചെയ്യുന്നതിനായിട്ട്, ഹൗസ് ചെയ്യുന്നതിനായിട്ട് 3,20,000 ചിലവ് വന്നെങ്കിലും 1,40,000, 1,50,000 അടുത്ത് നമുക്ക് പൈസ ഈ SHMൻ്റെ സ്കീമിൽ നമുക്ക് ധനസഹായം ചെയ്തിട്ടുണ്ട്. നഴ്സറി കുരുമുളക് തൈ ചെയ്യാൻ പറ്റത്തില്ല. ഈ പോളി ഹൗസിനകത്ത് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്.
ഇതിനകത്ത് അതിന് വേണ്ട തണുപ്പും അതിന് വേണ്ട ചൂടും, മഴക്കാലത്ത് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല, ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല. ഈ സഹായം കിട്ടിയതുകൊണ്ടാണ് നമുക്ക് എത്രയും പെട്ടെന്ന് ചെയ്യാനും നമുക്ക് തൈ ഉണ്ടാക്കാനും, അല്ലെങ്കിൽ എന്നെ കൊണ്ട് സ്വന്തമായിട്ടൊന്നും ഇത്രയും വലുതൊന്നും ഉണ്ടാക്കാനൊന്നും പറ്റുന്നില്ല. ഹോർട്ടിക്കൾച്ചർ മിഷൻ നമ്മളെ നന്നായിട്ട് സഹായിച്ചതിൻ്റെ പേരിലാണ് നമുക്കിത് ചെയ്യാനും ഏത് വിപണിയിലെ ആവശ്യത്തിന് സഹായം തൈകൾ കൊടുക്കാനും പറ്റും. ഇത് നമുക്ക് ടർപ്പൻറ്റൈൻ മെത്തേഡ് എന്ന് പറയും, സർപ്പൻറ്റൈൻ മെത്തേഡ്. ഇങ്ങനെ നമുക്ക് കൂടുതൽ തണ്ട് കിട്ടാനും തൈ നമുക്ക് ഉൽപ്പാദിക്കാൻ കുറവ് വരുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഈ മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ ഇത് വളർന്നു കഴിയുമ്പം ഇതിനെ കൂട്ടിലേക്ക് വെച്ചിട്ട് ഒരു 3 മുട്ട വരുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ നീളത്തിലാക്കി വെച്ച് ഓരോ മുട്ടിനും ഓരോ കൂട് കൊടുക്കും. ഇനി ഇവിടെ വേര് വരും, ഇവിടെ ചെറിയ വെള്ള വേര് വരും. ആ വേര് വരുമ്പം അടുത്ത കൂട് വെച്ചിട്ട് ഇതുപോലെ നമ്മൾ ക്ലിപ്പ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് ഇവിടെ വേര് വരുമ്പം അടുത്ത കൂടെ വെച്ചിട്ട് ഇത് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്കൊരു 10 കൂടുള്ള നീളമായിട്ടുണ്ട്. ഇത് നമുക്ക് മുറിക്കുകയാണെങ്കിൽ ഒരു 4 കൂട് മുറിച്ചെടുക്കാം, ഒരു 6 കൂട് മാക്സിമം മുറിക്കുക. കാരണം ഇതിലെല്ലാം വേര് ഇറങ്ങിയിട്ടുണ്ടാവും. വേര് നമ്മളെ കണ്ടുടനെ വെച്ചിട്ടില്ലെങ്കിൽ ആ സാധനം പോകും, വേര് പിടിക്കാൻ പാടാം. അപ്പോൾ ഇത് ഇവിടുന്ന് നമ്മളിങ്ങനെ ഇത് കട്ട് ചെയ്തെടുത്തിട്ട് ഈ സാധനം കട്ട് ചെയ്തെടുത്തിട്ട് ഇതിലിപ്പോൾ വേരുണ്ട്, ഇത് പോരില്ലത്. അപ്പോൾ നമ്മൾ ഈ ക്ലിപ്പിരി എടുത്തിട്ട് ഇവൻ ഈ എൻഡൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എൻഡ് പ്രസ് ചെയ്ത് ഈ മണ്ണ് ഇവിടുന്ന് ഞങ്ങൾ വെക്കുമ്പോൾ സാധനം ഇവിടുന്ന് ഈ മണ്ണ് വെച്ചോട് മണ്ണ് പുറത്തുനിന്ന് എടുക്കും. നമ്മൾ ഇട്ട് ഇത് കറക്റ്റ് ഫില്ല് ചെയ്തിട്ട് മാറ്റിയിട്ട് ഇതിനെ പ്രസ് ചെയ്ത് നേരെയാക്കിയിട്ട് ഇങ്ങനെ വയ്ക്കും. ഇത് ഇനിയിപ്പോൾ ഇതെല്ലാം ഇപ്പോൾ കിളുക്കാൻ തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ ആദ്യം വന്ന് കിളുത്ത് വന്നിരിക്കണതാണ് കാണുന്നത്. ഇളം മഞ്ഞ നിറത്തിലെ തളിരിലകളുമായി നിറഞ്ഞിരിക്കുന്ന കുരുമുളക് വള്ളികളുടെ കാഴ്ച എത്ര മനോഹരമാണ്. ഇത് നമ്മൾ തൈ അങ്ങനെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് സ്പ്രിംഗിൾ ഇത് ഇടുന്നതുകൊണ്ടാണ് ഗുണമെന്ന് വെച്ചാൽ ഈ റൂമിനൊക്കെ എപ്പോഴും ഒരു കൂളായിരിക്കും, നല്ല കൂളുമാരി ഉണ്ടാവും. 2 പ്രാവശ്യം നനച്ചാൽ മതി. ശരിക്കും നനയ്ക്കേണ്ട ഒരു 11 മണി 12 വെയിൽ തുടങ്ങി കഴിഞ്ഞിട്ട് പിന്നെ ഒരു 3 മണിക്ക്. അത് രാവിലെയും വൈകുന്നേരം നനയ്ക്കേണ്ട കാര്യമില്ല, പ്രകൃതി തന്നെ തണുത്താണല്ലോ. പ്രകൃതി ചൂടായി കഴിയുമ്പോൾ ഒരു 11 12 നനയ്ക്കുക, ഒരു 3 മണിയാകുമ്പോൾ നനച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഇതിനകത്തൊരു തണുപ്പുണ്ടാവും. ഇതൊക്കെ ഇപ്പോൾ നമ്മൾ കൊടുക്കാൻ ആയ സമയം ഇപ്പോൾ നാളെ തൈ എടുക്കാൻ ആൾ വരുന്നുണ്ട്. തൈകളെല്ലാം കൊടുക്കാറായതായതെല്ലാം ഇതാണ് നമ്മൾ മാക്സിമം ഇതാണ് നമ്മൾ കൊടുക്കുന്ന തൈകൾ. ഈ വലുപ്പത്തിലാണ് നമ്മൾ കൊടുക്കുന്നത്, ഈ വലുപ്പത്തിലാണ് നമ്മൾ കൊടുക്കുന്നത്. തൈകൾ കൊടുക്കുന്നത്. നമ്മൾ 75 രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇവിടെ. ഇത് അവർക്ക് നഷ്ടപ്പെടാത്ത രീതിയിലായിരിക്കും നമ്മൾ തൈ കൊടുക്കുക. ഇതുകൊണ്ടേ വെച്ചാൽ 100% പിടിച്ചിരിക്കും. അതാണ് നമുക്ക് ഈ ആൾക്കാർ വരുന്നതിൻ്റെ. കാരണം ചെറിയ തൈ ഇപ്പോൾ നേഴ്സറിയിൽ നിന്ന് ചെറിയ തൈയാണ് കൊടുത്തു കൊടുക്കും, ഇല വന്നാണ് കൊടുത്തു കൊടുക്കുക. അവിടെ കൊണ്ടേ വെക്കുമ്പോൾ നമ്മൾ ഈ വലിപ്പകത്ത് ഇതിനകത്ത് ഇനിയിപ്പോൾ ഇത് എടുക്കുമ്പോൾ ഈ വലുത് മാത്രം ആദ്യം ഇതുവരെ ഇരുന്നിരുന്ന ഈ സ്ഥലം വരെ ഫുള്ളിരുന്നിരുന്ന വലുതെടുത്ത് കഴിഞ്ഞിട്ട് ചെറുത് അങ്ങോട്ട് അടിക്കടിക്ക് മാറ്റും. ഇതിനൊന്നും ചെയ്യേണ്ട. നമ്മളിപ്പോൾ ആകെ ചെയ്യുന്നത് നമ്മൾ ഈ ചാണകം വെപ്പുണ്ടാക്കിയിട്ട് 10 ദിവസം കൂടെ ഒഴിക്കും. ഇംഗ്ലീഷ് മരുന്നൊന്നും ചേർക്കുന്നില്ല. ജൈവവളവും ജലസേചനവും കൃത്യമായി നൽകി പരിപാലിക്കുന്നതിനാൽ ആരോഗ്യമുള്ള കുരുമുളക് തൈകൾ ഇവിടെ ലഭിക്കുന്നു. ഇത് നമ്മൾ നടുന്ന സമയത്ത് ഒരു കുഴി എടുത്തിട്ട് ചാണകപ്പൊടി വേപ്പ് മണ്ണാക്ക്, എല്ലുപൊടി പന്നിശല്യം ഉണ്ടെങ്കിൽ ഇടരുത്. പന്നിശല്യം ഇല്ലാത്ത സ്ഥലത്ത് എല്ലുപൊടിയും ചേർക്കാം. ഇത് ചേർത്ത് മിക്സ് ചെയ്തിട്ടിട്ട് ഇതിനെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ മതി. ഇതിൽ നിന്ന് ഒരു 3-4 ഇലയും കൂടെ വരുമ്പോഴേക്കും നമുക്ക് ഇറക്കി പതിപ്പിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഈ തലപ്പൊന്നാട് ചൊല്ലി കൊടുത്താൽ മതി. അപ്പോൾ എല്ലാ ബ്രാഞ്ചസിനും ശിഖരം പൊട്ടി ഒരു മരത്തിന് ഒരൊറ്റ തൈ മതി, എത്ര വലിയ മരമായാലും. സാധാരണ പണ്ടൊക്കെ കാർന്നവന്മാർ പറഞ്ഞ് ഇറക്കി പതിപ്പിക്കുക എന്ന് പറയാറ്. ഇപ്പം അതൊന്നും വേണ്ട. ഈ തലപ്പൊന്ന് ഈ വരുന്ന വിഷമത്തിനെ അങ്ങ് ചൊല്ലി കൊടുത്താൽ മതി. അപ്പോൾ ഇതിൽ നിന്ന് 5 ബ്രാഞ്ച് പൊട്ടി മരത്തിൻ്റെ 5 സൈഡിൽ കയറി എല്ലാം ചുറ്റത്തിൽ കയറി പോകും. പണിയെളുപ്പമാണ്, ഒറ്റ തണ്ട് മതി ഒരു മരത്തിന്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ അഗളി പെപ്പർ തൈകൾക്ക് ആവശ്യക്കാരേറെയാണ്. മാർക്കറ്റിൽ നിന്ന് തൈ ഇപ്പം നമുക്കിവിടെ ഇല്ല, ആകാത്ത പ്രശ്നമുള്ളൂ നമുക്കിപ്പോൾ ഇവിടെ നിലവിൽ. യൂട്യൂബിലുള്ളതുകൊണ്ട് അഗളി പേപ്പർ എന്നുള്ള അത് അടിച്ചു കഴിഞ്ഞാൽ തന്നെ എല്ലാവർക്കും കിട്ടുന്നുണ്ട്. കുരുമുളക് അടിക്കുമ്പോൾ തന്നെ ഏറെക്കുറെ വരുന്നുണ്ട്. ആദ്യം നമ്മുടെ അഗളി പേപ്പറാണ് കാണിക്കുന്നത് അധികം, പിന്നെ തെക്കനൊക്കെ കാണിക്കുന്നത്. പക്ഷേ ഈ നമുക്ക് ഓർഡർ കൊടുക്കാൻ പറ്റാത്ത തയ്യോടെ ഉള്ളൊരു പ്രശ്നങ്ങളേ ഉള്ളൂ. നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ പോകുന്ന കർണാടക, തമിഴ്നാട്, മഹാരാഷ്ട്ര, ഗോവ, പിന്നെ വയനാട് ജില്ലയിൽ വയനാട്, ഇടുക്കി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വന്ന് വയനാട്, ഇടുക്കിയാണ്. കുരുമുളക് പോലെ തന്നെ താങ്ങുകാലികളിൽ വളർത്താൻ കഴിയുന്ന സുഗന്ധവിളകളിൽ വില കൂടിയ വാനിലയും ഈ തോട്ടത്തിൽ കാണാം. ഇവയുടെ വളർച്ചയ്ക്ക് ആവശ്യമുള്ള തണലും ഈർപ്പമുള്ള മണ്ണും ഇവിടെ വേണ്ടുവോളമുണ്ട്. മലയോര പ്രദേശത്തെ പ്രധാന സുഗന്ധവിളയായ ജാതി കൃഷിയും ഇവിടെയുണ്ട്. ഇത് 22 കൊല്ലമായി ജാതി വെച്ചിട്ട്. ഇത് നാടൻ വെറൈറ്റിയാണ്.
ബെഡല്ല, ഗ്രാഫ്റ്റഡ് അല്ല, നാടൻ വെറൈറ്റിയാണ്. നാടൻ വെറൈറ്റി ആണെങ്കിലും ബെഡിനെ കഴിഞ്ഞ് കൂടുതൽ ഗ്രാഫ്റ്റിനെ കഴിഞ്ഞ് കൂടുതൽ കാ കിട്ടുന്നുണ്ട്. നല്ല വെയിറ്റും ഉണ്ട്, നല്ല വലിപ്പമുണ്ട്. എൻ്റെ തോട്ടത്തിൽ 90 ജാതിയുണ്ട്. ഇപ്പോൾ നല്ല കായുള്ളത് ഈ 10 ബാക്കിയെല്ലാം കായായി വരുന്നേ ഉള്ളൂ. ഒക്കെ ചെറിയ ചെറിയ തൈകളാണ്. രണ്ടാമത് വെച്ചാൽ റീപ്ലാന്റ് ചെയ്തതാണ്, കവുങ്ങിനകത്ത് വെച്ചാണ്. കവുങ്ങ് പോകാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ ജാതിയെപ്പറ്റി ചിന്തിക്കുന്നത്. 1 ഏക്കറിൽ വിളയുന്ന ഏലവും ഇവിടുത്തെ മറ്റൊരു ആദായമാണ്. 210ഓളം ചെടികളുണ്ട്. ഒരു വർഷം നമുക്ക് 210 ചൂട്ടുന്ന ഏകദേശം 300-400 കിലോ ഉണക്ക കായ വരെ കിട്ടും. നല്ല കായാണ്, 400 കിലോ വരെ കിട്ടും. ഈ ഏലക്കായ ഉണ്ടായതിന് ശേഷം ഒരു പ്രാവശ്യം നമുക്ക് ഒരു വർഷം 7 പ്രാവശ്യം നമുക്ക് കായ എടുക്കാൻ പറ്റും. 45 ദിവസമാണ് ചുരുങ്ങിയ ആവറേജ് ആണ്. ചിലപ്പോൾ അത് 50 ആവും, ചിലപ്പോൾ 40 ആവും. നമ്മുടെ വളപ്രയോഗം അനുസരിച്ചായിരിക്കും ദിവസങ്ങൾ അങ്ങോട്ട് കൂടെ മാറുന്നത്. എല്ലാ മാസവും നമ്മളിതിന് മരുന്നടിക്കണം. അതിനൊരു കുഴപ്പം അതേ ഉള്ളൂ, എല്ലാ മാസവും മരുന്നടിക്കണം. ചൊറിക്ക് മരുന്നടിക്കണം, ഇതിന് ഈ തണ്ടിന് മരുന്നടിക്കണം. പക്ഷേ ഇപ്പം നല്ല വിലയുള്ളതുകൊണ്ട് കൃഷിക്കാർക്ക് അത്യാവശ്യം നല്ല പ്രോഫിറ്റായൊരു കൃഷിയാണ് ഏലകൃഷി. എല്ലാ വിളകളിലും നല്ല ഇനങ്ങൾ തിരഞ്ഞെടുത്ത് കൃഷി ചെയ്യുന്നതിൽ ശ്രദ്ധാലുവാണീ കർഷകൻ. അതിവിശാലമായ ഏലത്തോട്ടം വളരെ വൃത്തിയായി ഇവിടെ പരിപാലിക്കുന്നു. ഏലക്കായ്കൾ പാകമാകുന്ന കൃത്യസമയത്ത് വിളവെടുക്കുന്നതിനാൽ മികച്ച വരുമാനം ഉറപ്പാക്കാൻ കഴിയുന്നു. കാ പറിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു ബ്രാഞ്ചിൽ നിന്ന് 1 അല്ലെങ്കിൽ 2 കാ മൂത്ത കായ പറ്റും. നല്ല ഗ്രീൻ കളർ ആവണം പറിക്കണമെങ്കിൽ. അല്ലാതെ പറിച്ചിട്ടുണ്ടെങ്കിൽ വെയിറ്റും പോകും, കളറും ഉണ്ടാവില്ല. നല്ല കളർ വേണമെങ്കിൽ നല്ല പച്ചക്കായ ആയിരിക്കണം, നല്ല മൂത്തുണ്ടാവുള്ളൂ. അതിനകത്ത് മണി, അതിനകത്ത് പരിപ്പ് കറുത്തതായിരിക്കും. തണുപ്പുണ്ടായിട്ട് കാര്യമില്ല, നനവുണ്ടായിട്ട് കാര്യമില്ല. നല്ല തണുത്ത കാലാവസ്ഥ തന്നെ വേണം ഏലക്ക പിടിക്കണമെങ്കിൽ. ഏലം പിടിക്കും, കാ പിടിക്കില്ല. നല്ല ഒരു കൂൾ ക്ലൈമറ്റ്. അട്ടപ്പാടിയിലെ എല്ലാ സ്ഥലത്തും പിടിക്കുന്നില്ല. ഷോലയില്, കുറവമ്പാടി, പുലിയറ, നമ്മുടെ മുണ്ടമ്പാറ ഭാഗത്ത് നന്നായി, ജല്ലിപ്പാറ ഭാഗത്തൊക്കെ നന്നായിട്ട് പിടിക്കും. സുഗന്ധവിളകൾക്കിടയിൽ ഫലങ്ങളുടെ രാജ്ഞിയായ മാംഗോസ്റ്റിൻ കൃഷിയും ഇവിടെ ചെയ്യുന്നു. മാംഗോസ്റ്റിൻ അട്ടപ്പാടിയിൽ നല്ല അനുകൂല കാലാവസ്ഥയുള്ള ഏരിയ ആയതുകൊണ്ടായിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. നല്ല കാപിടുത്തം ഉണ്ടായിരുന്നു, നല്ല മധുരം ഉണ്ടായിരുന്നു. നമ്മൾ ഈ മരത്തിനെ കഴിഞ്ഞും ഇതിന് ഒരു ഇലയ്ക്കൊരു കാവശ്യമുള്ള കിട്ടായിരുന്നു. നല്ല ഫലഭൂഷ്ടമായിട്ടുള്ള നല്ല വലിപ്പമുള്ള കായുമാണ്, നല്ല ടേസ്റ്റും. സദാസമയവും കൃഷിയിടത്തിൽ വ്യാപൃതനായി ജീവിക്കുന്ന ജോർജ് കല്ലുവേലിന് എല്ലാവിധ പിന്തുണയുമായി ഭാര്യ കൂടെയുണ്ട്. എൻ്റെ ഈ അഗിളിപ്പെപ്പറിൻ്റെ കൃഷിയുടെ എല്ലാത്തിൻ്റെ വിജയം എൻ്റെ ജീവിത പങ്കാളിയാണ്. പിന്നെ എല്ലാ കാര്യങ്ങളിലും എന്നോടൊപ്പം കയ്യും മെയ്യും മറന്ന് എല്ലാ കാര്യങ്ങളും സഹകരിക്കുകയും ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഊർജ്ജത നൽകുകയും ചെയ്യുന്ന ആളാണ്. ശരിയായ വിളകളുടെ, ശരിയായ ഇനങ്ങളുടെ, ശരിയായ കൃഷിരീതിയുടെ തിരഞ്ഞെടുപ്പിലൂടെ മികച്ച ആദായം നേടാൻ കഴിയുമെന്ന് തെളിയിക്കുകയാണ് ഈ കർഷകൻ. സമ്മിശ്ര കൃഷിയിലൂടെ സുസ്ഥിര വരുമാനം ഉറപ്പാക്കാൻ കഴിയുമെന്ന് നമ്മെ ഉദ്ബോധിപ്പിക്കുകയാണ് ഈ മാതൃകാ കൃഷിത്തോട്ടത്തിലൂടെ. കൂടുതൽ വിവരങ്ങൾക്ക് ജോർജ് കല്ലുവേലിൽ 9961556318